ന്യൂസ് 16 കേരള. ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം 90% ഗസക്കാരും അഭയാർത്ഥികളായെന്ന് ഐക്യരാഷ്ട്രസഭ. ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം 90% ഗസക്കാരും അഭയാർത്ഥികളായെന്ന് ഐക്യരാഷ്ട്രസഭ. ഇസ്രയേലിന്റെ ഒഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്ന് 12% പേർക്ക് വീട് വിട്ടൊഴിയേണ്ടി വന്നത് ആഗസ്റ്റിലാണ്. 20 ലക്ഷത്തിലധികം ഫലസ്തീനികളെ 39 ചതുരശ്ര കിലോമീറ്റർ പരിധിയിലേക്ക് ഞെരുക്കിയതായി മാനുഷിക സഹായം ഏകോപിപ്പിക്കുന്നതിനുള്ള UN ഓഫീസ് വ്യക്തമാക്കുന്നു. ഏറെ കഷ്ടപ്പെട്ടും ഒട്ടും സുരക്ഷിതമല്ലാതെയുമാണ് തെരുവിലും തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിലും ഗസക്കാർ കഴിയുന്നത്. അതിനിടെ ഗസയിൽ കുട്ടികൾക്കിടയിൽ പോളിയോ പടരുന്നതായും റിപ്പോർട്ടുണ്ട്. പോളിയോ വാക്സിൻ നൽകാനെങ്കിലും അടിയന്തരമായി വെടിനിർത്തണമെന്ന ലോകാരോഗ്യ സംഘടനയുടെയും UN ഏജൻസിയുടെയും ആവശ്യം ഇസ്രയേൽ പരിഗണിക്കുന്നില്ല. വെടിനിർത്തൽ ചർച്ച ഈജിപ്തിൽ പുനരാരംഭിക്കാനിരിക്കെ ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ ഗസയിൽ നടത്തുന്നത്. ഖാൻ യൂനിസ്, ദയർ അൽ ബലാഹ് എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച ഇസ്രയേൽ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഇതുവരെ 40,265 ഫലസ്തീനികൾ ഗസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 93,144 പേർക്ക് പരിക്കേറ്റു. വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രയേൽ സംഘം ഈജിപ്തിൽ എത്തിയിട്ടുണ്ട്. US, ഖത്തർ പ്രതിനിധികളും സംബന്ധിക്കും. അതേസമയം ഹമാസ് പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടില്ല. പൂർണ്ണമായ യുദ്ധവിരാമം കൂടാതെ ബന്ദി കൈമാറ്റം സാധ്യമല്ല എന്നാണ് ഹമാസ് നിലപാട്. ഈജിപ്തിനും ഗസയ്ക്കുമിടയിലെ ഫിലാഡൽഫിയ കോറിഡോറിൽ യുദ്ധം കഴിഞ്ഞാലും ഇസ്രയേൽ സൈനിക സാന്നിധ്യമുണ്ടാകുമെന്ന നിബന്ധന ഹമാസ് അംഗീകരിക്കുന്നില്ല. സമാധാന ശ്രമം അട്ടിമറിക്കാനാണ് ഇസ്രയേൽ പുതിയ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ഹമാസ് ആരോപിച്ചു. ഇസ്രയേൽ സൈന്യത്തിന് പകരം ഇവിടെ അന്താരാഷ്ട്ര സമാധാന സേനയെ വിന്യസിക്കാമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. ഇസ്രയേൽ ലെബനാൻ അതിർത്തിയിലും പോരാട്ടം ശക്തമാണ്. വടക്കൻ ഇസ്രയേലിലെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ ഹിസ്ബുള്ള റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇസ്രയേലിൽ ലെബനാനിലും വ്യോമാക്രമണം നടത്തുന്നു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.